മകളുടെയും മരുമകളുടെയും 24 പവൻ സ്വർണം ഇവർ അറിയാതെ പണയം വെച്ച് പണം തട്ടിയെടുത്തുന്ന മകന്റെ പരാതിയിൽ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി തങ്കമണി അച്ഛൻഗാനം പഴയച്ചിറയിൽ ബിൻസി ജോസ് ഇവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ച സുഹൃത്ത് മൂവാറ്റുപുഴ കദളിക്കാട് കുറുപ്പംപറമ്പിൽ അംബിക എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പണം ആഭിചാര കർമ്മങ്ങൾക്ക് ഉപയോഗിച്ചതായെന്നാണ് സംശയം. ബിൻസിയുടെ മകൻ അഭിജിത്ത് ആസാം റൈഫിൾസിലെ സൈനികനാണ്. ബിൻസിക്കും ഭർത്താവിനുമൊപ്പമാണ് അഭിജിത്തിന്റെ ഭാര്യ സന്ധ്യ താമസിക്കുന്നത്. സന്ധ്യയുടെ 14 പവൻ സ്വർണം ബിൻസിയാണ് സൂക്ഷിച്ചിരുന്നത്. കഴിഞ്ഞിടെ ഈ സ്വർണം ഇവർ തിരികെ ആവശ്യപ്പെട്ടു. എന്നാൽ ബിൻസി തിരികെ നൽകാൻ തയ്യാറായില്ല. ഇതേ ചൊല്ലി വഴക്കുണ്ടായതോടെ വിവരങ്ങൾ സന്ധ്യ ബിൻസിയുടെ ഭർത്താവിനെ അറിയിച്ചു. ഭർത്താവ് പലവട്ടം ചോദിച്ചതിനു ശേഷമാണ് സ്വർണം പണയം വെച്ച കാര്യം ബിൻസി സമ്മതിച്ചത്. ഒപ്പം തിരുവനന്തപുരത്ത് താമസിക്കുന്ന മകൾ മേരിയുടെ 10 പവൻ സ്വർണം പണയം വെച്ചതായും ഇവർ പറഞ്ഞു. കൂടാതെ വിവിധ സ്വയം സഹായ സംഘങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും 50 ലക്ഷത്തോളം രൂപ ഇവർ വായ്പ എടുത്തിട്ടുണ്ട്. ഇതിൽ മകളുടെയും മരുമകളുടെയും പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. പണം എന്തിനുവേണ്ടി ഉപയോഗിച്ചു എന്ന കാര്യത്തിൽ കൃത്യമായ മറുപടി ഇവർ പറയാൻ തയ്യാറായിട്ടില്ല. ആഭിചാര കർമ്മങ്ങൾക്കാണ് പണം ഉപയോഗിച്ചത് എന്നതാണ് പോലീസിന്റെയും ബന്ധുക്കളുടെയും സംശയം. ഇത് തങ്കമണി പോലീസ് സ്റ്റേഷനിൽ അച്ഛൻകാരൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് റിപ്പോർട്ടായ കേസാണ്. സൈനികന്റെ ഭാര്യ തന്ന പരാതി, സൈനികന്റെ അമ്മ അവരുടെ 14 പവന്റെ സ്വർണം എടുത്ത് അവരെ താമസിച്ച് വന്നിരുന്ന വീട്ടിലെ അവരുടെ ലോക്കറിൽ നിന്ന് എടുത്ത് പണയം വിറ്റുകയും മറ്റും ചെയ്തെന്നുള്ള പരാതി പ്രകാരമാണ്. അവരാദ്യം വീട്ടിൽ തന്നെ അത് സെറ്റിൽമെന്റ് ആകാൻ നോക്കിയിട്ട് സാധിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പരാതി നൽകുകയും പരാതിയിന്മേൽ അവരെ വിളിച്ച് സംസാരിച്ച് അവരത് സമ്മതിക്കാതെ വരികയും ചെയ്തിട്ടുള്ളതാണ്. സംഭവം സംബന്ധിച്ച് മക്കൾ പരാതി നൽകിയതിന് പിന്നാലെ ബിൻസി സ്വന്തം വീട്ടിലേക്ക് പോയി. ഒപ്പം കോടതിയെയും സമീപിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകാനാണ് കോടതി നിർദ്ദേശിച്ചത്. എന്നാൽ ബിൻസി ഇതിന് തയ്യാറാകാതെ വന്നതോടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പണം വീട്ടു ചെലവുകൾക്ക് ഉപയോഗിച്ചെന്നും മകന്റെ അറിവോടുകൂടിയാണെന്നുമാണ് ബിൻസിയുടെ മൊഴി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വിശദമായ അന്വേഷണത്തിനായി അടുത്ത ദിവസം തന്നെ ബിൻസിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. ജനം, ഇടുക്കി.